ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വാഴയ്ക്ക പയർ കൂട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ വാഴയ്ക്ക കൂട്ടുകറിക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാഴയ്ക്ക തന്നെയാണ്. ഞാനിപ്പോൾ ഏത്ത വാഴയിൽ ഒരു 2 എണ്ണം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതിന് പുറത്തുള്ള തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ സൈസിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ച ഏത്തം വാഴയ്ക്കയാണ്. അതല്ലാതെ നമ്മുടെ സാധാരണ ബജ്ജി വാഴയ്ക്ക ഉണ്ടല്ലോ, അപ്പോൾ അതായാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും മതിയാവും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ 2 എണ്ണം, തീരെ ചെറിയ സൈസാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വേണ്ടി വരും. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുമ്പോഴത്തേക്കും ഇതിൽ കറക്കില്ല പെട്ടെന്നൊന്നും. അതിൻ്റെ പേരിലാണ് വെള്ളത്തിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മളൊന്ന് അരിഞ്ഞിടുന്നത്. അതാകുമ്പോഴത്തേക്കും എപ്പോൾ വെച്ചാലും പെട്ടെന്നൊന്നും ആ തൊലി ഭാഗമൊന്നും കറുത്ത് വരില്ല. ഈ വാഴയ്ക്കയുടെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് കുറച്ച് പയർ. ഞാനിപ്പോൾ വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഈ വൻപയറിന് പകരം നമുക്ക് സാധാരണ ചെറുപയറുണ്ടല്ലോ, അതായാലും മതിയാവും. ഇത് ഏകദേശം ഒരു 75 ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു അളവിൽ മാത്രം മതിയാവും. അപ്പോൾ ഈ വൻപയറിന് പകരം ചെറുപയറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ വാഴയ്ക്കയും പയറൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പയറും നല്ലതുപോലെ കഴുകിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ പയറും വാഴയ്ക്കയും വേവിക്കാനായിട്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു അളവിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇത്രയും തന്നെ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 2 കപ്പ് അളവിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കരുത്, എങ്കിൽ പിന്നെ അതെല്ലാം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. അതെല്ലാം വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ വാഴയ്ക്കയും പയറും ഒക്കെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞും പോകും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രമേ വെള്ളം വെക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല, എങ്കിൽ പിന്നെ നല്ല മഞ്ഞ കളറായി പോകും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണിൽ നിന്നും കുറച്ചുകൂടി, 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് മുളക് പൊടി കൂടി. കാരണം നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കണുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് മുളക് പൊടി നമുക്കിതിലേക്ക് ആവശ്യമില്ല ഇപ്പോൾ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് കൂടിയാണ്. ചെറിയ പച്ചമുളകിൽ ഒരു 3 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തേക്കണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഈ പയറിലും അതുപോലെ തന്നെ ഈ വാഴക്കയിലൊക്കെ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 വിസിൽ മാത്രം വരുന്നവരെ വെക്കുന്നുള്ളൂ. ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അത്രയും നന്നായിട്ട് വേകണം എന്നുണ്ടെങ്കിൽ ഒരു 3 വിസിൽ വരെ വെക്കാം. ഞാനിപ്പോൾ നല്ല കറക്റ്റ് വേവിന് ഒരു 2 വിസിൽ മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മുടെ ഈ വാഴയ്ക്കയും പയറും ഒക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് രണ്ടും വെന്തിട്ട് കിട്ടും. അതിൻ്റെ പേരിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ലതുപോലെ ഫ്ലെയിം വരുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിം അത്രയും വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയി കിട്ടും. കാരണം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിനുള്ളിൽ പ്രഷറെല്ലാം പോയി കിട്ടും. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിലെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പയറും വാഴയ്ക്കയും എല്ലാം നല്ല സൂപ്പറായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ 2 വിസിൽ മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കൂടി നമ്മുടെ പയറൊക്കെ വിചാരിച്ചാലും കുറച്ചുകൂടി കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പോൾ 3 വിസിലിൻ്റെ ആവശ്യമില്ല, നമുക്ക് 2 വിസിൽ തന്നെ ധാരാളമാണ്.
ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കണം, തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ദാ ഇതുപോലെ ഒരു അര കപ്പിൽ നിന്നും കുറച്ച് കൂടുതൽ ഒരു 1/4 കപ്പോളം അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകിയ തേങ്ങ. ഇതിലേക്ക് പിന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ജീരകമാണ്, ചെറിയ ജീരകം. ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ചെറിയ വെളുത്തുള്ളി അല്ലി കൂടിയാണ്. തീരെ ചെറുതല്ല, കുറച്ച് വലുതാണ് വെളുത്തുള്ളി അല്ലിയിൽ. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 വെളുത്തുള്ളി അല്ലി വരെ വേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അങ്ങനെ തീരെ വെള്ളം പോലല്ല വെക്കുന്നത്, നല്ല കട്ടിക്കാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഒരു അര കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് അരച്ചെടുത്തത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടില്ല, കുറച്ച് തരി തരിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നല്ലതുപോലെ സ്മൂത്തായിട്ട് അങ്ങനെ പോകാൻ പാടില്ല, ഒട്ടും തരിയില്ലാതെ ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഞാനിതൊരു 10 സെക്കൻഡ് മാത്രം ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തതാണിത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിക്കൂട്ടാണിത്. ഒരു തവണ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴെല്ലാം ഇതുപോലെ വാഴയ്ക്ക വാങ്ങുമോ അപ്പോഴെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ തേങ്ങയുടെ ആ ഒരു പച്ച മണം എല്ലാം മാറിയിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കുകയും വേണം. ഇതിലുള്ള വെള്ളം കുറച്ച് ചെറുതായിട്ടൊന്ന് വറ്റുകയും വേണം. അപ്പോൾ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 2-3 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നിങ്ങൾ തരുന്ന വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മിസ്സായി പോകുമെന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേരിലാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ നിറയെ തൈര് കൂടിയാണ്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ തൈര് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാൻ, പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഇനി ഇത് തിളപ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല, ഇത് ഇത്രയും തന്നെയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തൈര് ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഈ തൈര് കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിന് മുകളിലേക്കൊന്ന് താളിച്ച് കൂടി ചേർക്കണം. ആ താളിപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാഴയ്ക്ക പയർ കൂട്ട് നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വരുള്ളൂ. ഉപ്പ് എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കണം. നമ്മളിപ്പോൾ നേരത്തെ ചേർത്ത് കൊടുത്ത അത്രയും ഉപ്പ് തന്നെ ധാരാളമാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ പിന്നീട് ഉപ്പ് ചേർക്കാത്തത്. ഇത്രയും തന്നെ മതിയാവും. ഉപ്പ് വേണമെങ്കിൽ ഇനി ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് താളിച്ചും കൂടി എടുക്കാം. ഒരു ചെറിയൊരു കടായി വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ കടുക് കൂടിയാണ്. കടുകെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണിതിന്. നമ്മളിപ്പോൾ സാധാരണ താളിച്ചെടുക്കുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയെല്ലാം ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിയെല്ലാം ഇപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിപ്പ് ഈ കൂട്ടിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ചേരുവകളും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ്. ഒരു തവണ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളുടെ ഫേവററ്റ് കൂട്ടിലൊന്നായിരിക്കും ഉറപ്പായിട്ടും ഇത്.
അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു ഉഷാറ് കൂട്ടുകറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.